ഗൈസ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് മേളയ്ക്ക് പോകാനുണ്ട്. അതൊന്ന് രാവിലെയൊക്കെ ഒന്ന് നോക്കിയതാണ്. ഓരോ പ്രൈസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, അങ്ങനെയൊക്കെ എടുക്കലുണ്ട് ഇവിടെ. അതുപോലെ ആ കാറ് കാണുന്നില്ല, അതാണ് ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ ബാഗ് കാര്യങ്ങൾ അതൊക്കെ കുറേ ഇതുണ്ട്. പിന്നെ സ്റ്റേജൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നിൽ ഹെലികോപ്റ്റർ കണ്ട് എനിക്കൊന്നും പിടികിട്ടില്ല, എന്താ ഇത്, എങ്ങനെയാണ് ഇതൊന്നും ഇല്ല. പിന്നെ കുറച്ച് നേരം അതൊക്കെ തിരിഞ്ഞു നോക്കി. അങ്ങനെ രാത്രിയൊക്കെ ആയി ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ എന്താ ലൈറ്റ്, രാവിലെ കണ്ട പോലെ ഒന്നുമല്ല, നല്ല ലൈറ്റിൽ മുങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വലിയൊരു ഗ്രൗണ്ടാണത്. അവിടെ 100-ലധികം സ്റ്റാൾസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ലൈറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലൈവായിട്ട് ഇവിടെ ദൂരെ ആയതിനെ കൊണ്ട് സ്റ്റേജൊക്കെ കാണിക്കുന്നുണ്ട് ക്യാമറയിൽ. പിന്നെ ഗൈസ് ഇവിടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഗൈസ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്റ്റാളിൽ കയറ്റി. അതാണ് മുന്നിൽ നല്ലൊരു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഡ്രോയിങ് കോമ്പറ്റീഷനാണ്. അതിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ എഴുതിയത്. ഗൈസ് ഇതിലൊക്കെ വലിയ വലിയ ഐറ്റംസും ഉണ്ട്, ചെറുതും ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഈ കണ്ട് തിരിയുന്ന സാധനമാണ് ഫസ്റ്റ് പ്രൈസ്. നല്ല അടിപൊളി കാറാണ്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല. 100 രൂപേൻ്റെ ടിക്കറ്റാണിത്. ഒരു സ്റ്റേജിൽ പാവക്കുട്ടി ഉണ്ടായിരുന്നു. കുറേ നേരമായി ഒരു കുട്ടി കൈ കൊടുക്കാൻ നോക്കുന്നു, പക്ഷെ വേറെ വർത്തമാനത്തിലായതുകൊണ്ട് അതിന് ശ്രദ്ധയില്ല. പിന്നെ ലാസ്റ്റ് കൈയൊക്കെ എടുത്ത് പിന്നെ എനിക്ക് കൈ കൊടുക്കണോ വേണ്ടിയോ എന്നൊരാലോചന. അങ്ങനെ ഞാനും ഒന്ന് കൈയൊക്കെ കൊടുത്തു. ഗൈസ് ഇതിനെ തൊടുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ്, നല്ല ക്യൂട്ട് മുഖമൊക്കെ ആയിട്ട്. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരാളും കൂടെ ഉണ്ട്. ഇതാണ് ഗൈസ് ഗുരില്ല. അതങ്ങനെ എൻ്റെ കയ്യിൽ തോളിൽ കൈ ഇടാൻ കുറച്ച് നേരം ശ്രമിച്ചു. അങ്ങനെ ലാസ്റ്റ് കൈയൊക്കെ ഇട്ട് ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ സൈഡിൽ തിരക്കായതുകൊണ്ട് ഞാൻ ബൈക്കിൽ നേരെ കയറി. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. നല്ല രസമാണ് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ ഇതാകുന്നതൊക്കെ. അപ്പം 2 ലെവലൊക്കെ എൻ്റെ കഴിഞ്ഞ്. 3ാമത് അവർ നല്ല സ്പീഡാക്കിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇവിടെ തന്നെ കുറച്ച് നേരം ഞാൻ കളിച്ച്. 100 രൂപയാണ് ഇവിടുത്തെ ഈ ബൈക്ക് റേസിന്. പിന്നെ നമ്മൾ രാവിലെ കണ്ട ഈ ഹെലികോപ്റ്ററാണ്. എനിക്ക് പങ്ക് തിരിയുമ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്കൊരു പേടി. ഞാൻ മുന്നിൽ തന്നെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് നല്ല ഒറിജിനൽ ഹെലികോപ്റ്റർ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്? പക്ഷേ ഇത് ഒരു മോട്ടറിൻ്റെ മുകളിലാണ് ഈ പങ്ക് തിരിയുന്നത്. ഗൈസ് ഇവിടെ നല്ല മലകളുടെ മുകളിൽ കൂടിയും കാട്ടിൽ കൂടിയും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. മല, കാട്, ദുബായിലെ വ്യൂ, അതൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് ഹെലികോപ്റ്ററിൽ ഇരുന്ന് പോകും പോലെ തോന്നി. അങ്ങനെ കുറേ നേരം ഉണ്ടെങ്കിലും എനിക്കൊരു പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ചുകൂടി നേരം ഇരിക്കണം എന്ന് തോന്നി, പക്ഷേ ഞാൻ ഇരുന്നില്ല. അങ്ങനെ ഇറങ്ങിയൊക്കെ വന്നപ്പോൾ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട് കളിക്കാൻ. ചെറിയ കുട്ടികളതും വലിയ കുട്ടികളതും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ഒന്ന് കണ്ടത്, ഒരു ട്രെയിന്. ഈ ചേട്ടൻ ഇതിൻ്റെ മുകളിൽ കുറേ നേരമായിട്ട് ഒരു കാളേൻ്റെ മുകളിൽ തിരിഞ്ഞപ്പോൾ ചേട്ടൻ കുറേ നേരം ബാലൻസ് ചെയ്ത് നിന്നു. പിന്നെ അവസാനം ഒന്ന് കാല് താഴെ കുത്തിപ്പോയി. അപ്പം ഈ ചേട്ടൻ നല്ലോണം നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആലു സ്പ്രിങ് നിന്നാൻ പോയി. തീറ്റയും വീഡിയോ ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത്രയേ ചെയ്തിലും. പിന്നെ ഐസ്ക്രീം, നൈറ്റ് ഫുഡ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. ടാറ്റാ ബൈ ബൈ.